വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കൺസൾട്ടൻസി സ്ഥാപനം നടത്തിപ്പുകാർക്കെതിരെ ഇരകൾ നൽകിയ പരാതി എതിർകക്ഷികൾ വിദേശത്താണെന്ന കാരണം പറഞ്ഞ് അന്വേഷണം നടത്താതെ പോലീസ് കേസ് ക്ലോസ് ചെയ്തുവെന്ന പരാതി. കടവന്ത്രയിലുള്ള ബീസ് അഥവാ ബേസിൽ എഞ്ചിനീയറിംഗ് ആൻഡ് എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമകളും നടത്തിപ്പുകാരുമായ ബേസിൽ ബാബു, ഫാത്തിമ ബേസിൽ, ഐശ്വര്യ എന്നിവർക്കെതിരെയാണ് 4 വർഷമായി പരാതികളുമായി തട്ടിപ്പിനിരയായവർ കയറിയിറങ്ങി നടക്കുന്നത്. 6 ലക്ഷത്തിന് മുകളിൽ തുകയാണ് പലരിൽ നിന്നുമായി വാങ്ങിയത്. 100 കണക്കിന് ആൾക്കാർ ഇന്ത്യയിലും വിദേശത്തുമായി ഇയാളുടെ തട്ടിപ്പിനിരയായി. കോടിക്കണക്കിന് രൂപയാണ് ഈ കമ്പനി തട്ടിയെടുത്തത്. അബുദാബിയിലും സൗദി അറേബ്യയിലും പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് അഡ്വാൻസ് തുക സ്ഥാപനം കൈപ്പറ്റിയത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഓഫർ ലെറ്റർ വരാതെയായപ്പോൾ അന്വേഷിച്ചു. അപ്പോൾ വ്യാജ ഓഫർ ലെറ്റർ നൽകി കബളിപ്പിച്ചു. തങ്ങൾക്ക് കിട്ടിയ ലെറ്റർ വ്യാജമാണെന്ന് മനസ്സിലാക്കി സമീപിച്ചപ്പോൾ കുറച്ചു പൈസ കൂടി നൽകിയാൽ വിസ വരുമെന്ന് പറഞ്ഞു. ഇതിൻ പ്രകാരം ഉദ്യോഗാർത്ഥികൾ വീണ്ടും പണം കൊടുത്തു. സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ഐശ്വര്യ കൈപ്പറ്റി രസീതും നൽകി. എന്നാൽ മാസം 2 കഴിഞ്ഞിട്ടും നടപടിയൊന്നുമില്ലാതായപ്പോൾ ഇവർ നൽകിയ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു. സ്വിച്ച് ഓഫ് ആണെന്ന മറുപടിയാണ് കിട്ടിയത്. തുടർന്ന് കടവന്ത്രയിലെ സ്ഥാപനത്തിൽ നേരിട്ടെത്തി അത് അടച്ചിട്ട നിലയിലായിരുന്നു. ആ സമയത്ത് 140 പേരാണ് തട്ടിപ്പിനിരയായത്. ഇവർ പിന്നീട് ഒന്നിച്ചു ചേർന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് 2022 പോലീസിൽ പരാതി നൽകി. ബേസിലും ഫാത്തിമയും അബുദാബിയിലാണ് താമസിക്കുന്നത്. ഐശ്വര്യ എന്ന ജീവനക്കാരിയെക്കുറിച്ച് വിവരവുമില്ല. ഇതെല്ലാം കാണിച്ചാണ് എറണാകുളം ടൗൺ SHOയ്ക്ക് പരാതി നൽകിയത്. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാകാതെ പരാതി തീർപ്പാക്കി. 2021 മുതൽ ഇവർ നിർബാധം തട്ടിപ്പ് നടത്തുന്നുവെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. ബീസ് എന്ന കമ്പനി ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇയാൾ അവിടെയും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇവിടെയും ഇയാൾക്കെതിരെ നിയമ നടപടി നടക്കുന്നുണ്ട്. ചെക്ക് കേസിനെ തുടർന്ന് ബേസിലിനിവിടെ യാത്രാവിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശത്ത് മികച്ചൊരു ഭാവി സ്വപ്നം കണ്ട് ജീവിത സമ്പാദ്യം മുഴുവൻ കൺസൾട്ടൻസിക്ക് മുന്നിൽ പണയം വെച്ച സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ പൂർണ്ണമായും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. മാസങ്ങളോളം ഓഫീസുകൾ കയറിയിറങ്ങിയും വാട്സപ്പ് കൂട്ടായ്മകൾ രൂപീകരിച്ചും ഇരകൾ നടത്തിയ പോരാട്ടങ്ങൾക്ക് ഒടുവിൽ നിരാശയാണ് ഫലം. പ്രതികൾ വിദേശത്താണെന്ന ബാലിശമായ കാരണം പറഞ്ഞ് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചത് നിയമവ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്നതും ഇത്തരം തട്ടിപ്പുകാർക്ക് കൂടുതൽ തഴച്ചു വളരാൻ മണ്ണൊരുക്കുന്നതുമാണ്.